വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശുദർശനങ്ങൾ. ആത്മാവിൻ്റെ രഹസ്യം. വിൽനൂസ്, 1934. ഒരവസരത്തിൽ എൻ്റെ കുമ്പസാരക്കാരൻ ചിത്രത്തിലെ 2 പ്രകാശരശ്മികളുടെ അർത്ഥമെന്തെന്ന് ഈശോയോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, ഞാൻ കർത്താവിനോട് ചോദിക്കാം. പ്രാർത്ഥനാ സമയത്ത് എൻ്റെ ഉള്ളിൽ ഞാൻ ഈ വാക്കുകൾ കേട്ടു. ഈ 2 പ്രകാശരശ്മികൾ രക്തത്തെയും വെള്ളത്തെയും സൂചിപ്പിക്കുന്നു. മങ്ങിയ നിറമുള്ള രശ്മികൾ ആത്മാക്കളെ നീതീകരിക്കുന്ന വെള്ളത്തെയും, ചുവന്ന രശ്മികൾ ആത്മാക്കളുടെ ജീവനായ രക്തത്തെയും സൂചിപ്പിക്കുന്നു. കുരിശിൽ എൻ്റെ പീഡിപ്പിക്കപ്പെട്ട ഹൃദയം കുന്തത്താൽ കുത്തിപ്പിളർക്കപ്പെട്ടപ്പോൾ എൻ്റെ മൃദുലമായ കരുണയുടെ ആഴത്തിൽ നിന്ന് ഈ 2 രശ്മികളും ബഹിർഗമിച്ചു. എൻ്റെ പിതാവിൻ്റെ കോപത്തിൽ നിന്ന് ആത്മാക്കളെ മറയ്ക്കുന്ന പരിചയാണ് ഈ രശ്മികൾ. ഈ രക്ഷാസങ്കേതത്തിൽ വസിക്കുന്നവൻ സന്തോഷവാൻ. എന്തെന്നാൽ ദൈവത്തിൻ്റെ നീതിയുടെ കരങ്ങൾ അവൻ്റെ മേൽ പതിക്കുകയില്ല. ഈസ്റ്റർ കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായി ആഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വിശ്വസ്ത ദാസനോട് പറയുക, ഈ ദിവസം അദ്ദേഹം ലോകം മുഴുവനോടും എൻ്റെ വലിയ കരുണയെപ്പറ്റി പറയണം. ഈ ദിവസം ജീവന്റെ ഉറവിടത്തെ സമീപിക്കുന്ന എല്ലാവർക്കും പൂർണ്ണമായ പാപമോചനവും ശിക്ഷയിൽ നിന്ന് ഇളവും ലഭിക്കും. വിശ്വാസത്തോടെ എൻ്റെ കരുണയിലേക്ക് തിരിയുന്നതുവരെ മനുഷ്യകുലം സമാധാനം കണ്ടെത്തുകയില്ല. ഓ, ആത്മാവിൻ്റെ അവിശ്വസ്തത മൂലം ഞാൻ എത്രമാത്രം വേദനിക്കുന്നു. ഞാൻ പരിശുദ്ധനും നീതിമാനുമാണെന്ന് ഈ ആത്മാക്കൾ ഉദ്ഘോഷിക്കുന്നു. എന്നാൽ എൻ്റെ കരുണയിൽ വിശ്വസിക്കുകയോ എൻ്റെ നന്മയിൽ ആശ്രയിക്കുകയോ ചെയ്യുന്നില്ല. പിശാചുക്കൾ പോലും എൻ്റെ നീതിയെ പുകഴ്ത്തുന്നു, എന്നാൽ അവർ എൻ്റെ നന്മയിൽ വിശ്വസിക്കുന്നില്ല. കരുണ എന്ന നാമധേയത്തിൽ എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. കരുണയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവവിശേഷമെന്ന് പ്രഘോഷിക്കുക. എൻ്റെ കരവേലകളെല്ലാം കരുണയാൽ മഹിമയണിഞ്ഞിരിക്കുന്നു.